നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നടന്ന കേട്ടിട്ട് കാറ്റഗറി 1 എക്സാമിൻ്റെ ചോദ്യപേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. നമുക്ക് സൈക്കോളജിയിലെ ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതായിരിക്കും ഒരു കുട്ടിയുടെ സ്കൂൾ പരീക്ഷയിലെ തോൽവിക്ക് ഏറ്റവും അനുയോജ്യമായ കാരണം? ഓപ്ഷൻസ്: കുട്ടി താഴ്ന്ന സാമൂഹ്യ സാമ്പത്തിക ചുറ്റുപാടിൽ നിന്നും വരുന്നു, കുട്ടിയുടെ വിജയങ്ങൾക്ക് ധനപരമായ പാരിതോഷികം നൽകുന്നില്ല, കുട്ടിയുടെ ആവശ്യങ്ങൾക്കും താൽപ്പര്യങ്ങൾക്കും അനുസരിച്ചുള്ള അധ്യാപനം നൽകുന്നില്ല, കുട്ടിക്ക് പരീക്ഷകൾ എഴുതാൻ മുഷിവ് തോന്നുന്നു. ഉത്തരം ഓപ്ഷൻ സി, കുട്ടിയുടെ ആവശ്യങ്ങൾക്കും താൽപ്പര്യങ്ങൾക്കും അനുസരിച്ചുള്ള അധ്യാപനം നൽകുന്നുണ്ട്. രണ്ടാമത്തെ ചോദ്യം, ഗവേഷകർ സമജാത ഇരട്ടകളിൽ ധാരാളം പഠനങ്ങൾ നടത്തുകയും അവരുടെ ബുദ്ധിശക്തി വളരെയധികം ബന്ധമുള്ളതായി കണ്ടെത്തുകയും ചെയ്തു. ഇത് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? വികസനത്തെ പാരിസ്ഥിതിക ഘടകങ്ങൾ സ്വാധീനിക്കുന്നു, വികസനത്തെ പാരമ്പര്യ ഘടകങ്ങൾ സ്വാധീനിക്കുന്നു, വികസനത്തെ സാമൂഹ്യ ഘടകങ്ങൾ സ്വാധീനിക്കുന്നു, വികസനത്തെ സാംസ്കാരിക ഘടകങ്ങൾ സ്വാധീനിക്കുന്നു. ഉത്തരം ഓപ്ഷൻ ബി ആണ്, വികസനത്തെ പാരമ്പര്യ ഘടകങ്ങൾ സ്വാധീനിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം, സമീപസ്ഥ വികാസ മണ്ഡലം ZPD എന്ന ആശയം രൂപപ്പെടുത്തിയത് ആര്? ഓപ്ഷൻസ്: വൈഗോട്സ്കി, യാങ് പിയാഷെ, നോം ചോംസ്കി, ബ്രൂണർ. ഉത്തരം ഓപ്ഷൻ എ ആണ്, വൈഗോട്സ്കി ആണ്. നാലാമത്തെ ചോദ്യം, ഗൃഹപാഠം ചെയ്യാത്തതിന് ഒരു ടീച്ചർ ഒരു കുട്ടിയെ ശിക്ഷിക്കുന്നു, വേറൊരു ടീച്ചർ അതേ കുട്ടിയെ കുറവ് മാർക്ക് ലഭിച്ചതിന് ശിക്ഷിക്കുന്നു. എല്ലാ ടീച്ചർമാരും കുട്ടികളെ ശിക്ഷിക്കുന്നു എന്ന നിർണയത്തിൽ കുട്ടി എത്തിച്ചേരുന്നു. ഇത്തരത്തിലുള്ള ചിന്തയെ വിളിക്കുന്നത്? ഓപ്ഷൻസ്: യുക്തിചിന്ത, പ്രശ്നപരിഹാരം, അന്വേഷണം, സർഗപരത. അഞ്ചാമത്തെ ചോദ്യം, 3 വയസ്സുള്ള ഒരു കുട്ടിക്ക് പെൻസിൽ ശരിയായി പിടിച്ച് അക്ഷരങ്ങൾ എഴുതാൻ സാധിക്കുന്നില്ല. എന്നാൽ ആ കുട്ടിക്ക് 5 വയസ്സാകുമ്പോൾ ഇത് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നു. താഴെ പറയുന്നവയിൽ ഇതിന് കാരണം എന്താണ്? അവൻ്റെ പഠനാന്തരീക്ഷം, അവൻ്റെ പഠനവേഗം, അവൻ്റെ പഠനശൈലി, പഠനത്തിനുള്ള അവൻ്റെ പരിപക്വനം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, പഠനത്തിലുള്ള അവൻ്റെ പരിപക്വനം. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം, ഒരു ടീച്ചർ കുട്ടികളിൽ പ്രശ്നപരിഹരണ ശേഷി വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നു. താഴെ പറയുന്നവയിൽ ഏതാണിതിന് സഹായകമാകുന്നത്? ഓപ്ഷൻസ്: കുട്ടികൾക്ക് ക്ലാസ് ടെസ്റ്റുകൾ നൽകുക, കുട്ടികൾക്ക് ഇമ്പോസിഷൻ നൽകുക, കുട്ടികളെ ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രോത്സാഹിപ്പിക്കുക, കുട്ടികളെ അധ്യാപനത്തിൽ ശ്രദ്ധിക്കാൻ പ്രേരിപ്പിക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, കുട്ടികളെ ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. ഏഴാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്നും തുടർച്ചയായതും സമഗ്രമായതുമായ വിലയിരുത്തലിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. പ്രസ്താവന: കുട്ടികളിലെ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുക, മാർഗദർശനവും ഉപബോധവും നൽകുക, കുട്ടികളെ പതിവായും ചിട്ടയോടെയും കൂടി വിലയിരുത്തുക, വ്യത്യസ്തനായൊരു കുട്ടിയെ കണ്ടെത്തുക. ഓപ്ഷൻസ്: പ്രസ്താവന 2ഉം 4ഉം, പ്രസ്താവന 1ഉം 3ഉം, പ്രസ്താവന 2 മാത്രം, പ്രസ്താവന 4 മാത്രം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, പ്രസ്താവന 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. നാലാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ കുട്ടികളുടെ വിജയത്തെ തടസ്സപ്പെടുത്തുന്ന ഘടകം ഏത്? ടീച്ചർ കുട്ടിയെ ഓരോ സമയവും പ്രോത്സാഹിപ്പിക്കുക, ടീച്ചർ കുട്ടികളോട് ഫലപ്രദമായ രീതിയിൽ ആശയവിനിമയം നടത്താതിരിക്കുക, ടീച്ചർ കുട്ടികളുടെ ലക്ഷ്യം നേടിയെടുക്കാൻ പ്രേരിപ്പിക്കുക, ടീച്ചർ കുട്ടികളുടെ സംശയങ്ങൾ ദൂരീകരിക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ടീച്ചർ കുട്ടികളോട് ഫലപ്രദമായ രീതിയിൽ ആശയവിനിമയം നടത്താതിരിക്കുക. ഒമ്പതാമത്തെ ചോദ്യം, IAS പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പൂർവ്വ വിദ്യാർത്ഥിയെ അനുമോദിക്കാൻ സ്കൂൾ അധികൃതർ ഒരു പരിപാടി സംഘടിപ്പിച്ചു. മാസ്ലോയുടെ സിദ്ധാന്തപ്രകാരം ഇത്തരത്തിൽ അന്തസ്സുള്ള സ്ഥാനത്ത് എത്തിപ്പെടുന്നതിനെ കാണിക്കുന്നത്? ഓപ്ഷൻസ്: ശാരീരിക ആവശ്യങ്ങൾ, സുരക്ഷിതത്വ ആവശ്യങ്ങൾ, ആത്മാഭിമാന ആവശ്യങ്ങൾ, ആത്മസാക്ഷാത്കാരം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ആത്മാഭിമാന ആവശ്യങ്ങൾ. പത്താമത്തെ ചോദ്യം, എക്സെപ്ഷണൽ കുട്ടികൾ അഥവാ അസാധാരണമായ കുട്ടികൾ എന്ന വിഭാഗത്തിൽ പെടാത്ത കുട്ടികളെ തിരിച്ചറിയുക. ഓപ്ഷൻസ്: പ്രതിഭാധനരായ കുട്ടികൾ, മന്ദപഠിതാക്കൾ, പൊണ്ണത്തടിയുള്ള കുട്ടികൾ, മാനസിക വിമന്തരായ കുട്ടികൾ. ഓപ്ഷൻ സി ആണ് ഉത്തരം, പൊണ്ണത്തടിയുള്ള കുട്ടികൾ. 11ാമത്തെ ചോദ്യം, ഭിന്നശേഷിക്കാരുടെ പുനരധിവാസത്തിനായി 1992 നടപ്പിലാക്കിയ നിയമം ഏതെന്ന് തിരിച്ചറിയുക. RCI ആക്ട്, RPWA ആക്ട്, RTE ആക്ട്, PWD ആക്ട്. ഉത്തരം ഓപ്ഷൻ എ ആണ്, RCI ആക്ട്. 12ാമത്തെ ചോദ്യം, ഞാൻ കേൾക്കുന്നവ ഞാൻ മറക്കുന്നു, ഞാൻ കാണുന്നവ ഞാൻ ഓർക്കുന്നു, ഞാൻ ചെയ്യുന്നവ ഞാൻ മനസ്സിലാക്കുന്നു. എന്താണ് ഇതിൽ ഊന്നൽ നൽകുന്നത്? ഓപ്ഷൻസ്: പഠനാന്തരണം, അനുഭവാധിഷ്ഠിത പഠനം,
നിരീക്ഷണ പഠനം, ആശയ പഠനം? ഉത്തരം വരുന്നത് അനുഭവാധിഷ്ഠിത പഠനം. 13ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ പഠന വൈകല്യത്തിൻ്റെ ലക്ഷണമല്ലാത്തത് ഏത്? ഓപ്ഷൻസ്: വായനാ വൈകല്യം, ഗണിത വൈകല്യം, സംസാര ഭാഷ അപഗ്രഥന വൈകല്യം, ബുദ്ധിപരമായ വൈകല്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി, ബുദ്ധിപരമായ വൈകല്യം. താഴെ പറയുന്നവയിൽ പുരോഗമനോന്മുഖമായ പ്രോഗ്രസീവ് വിദ്യാഭ്യാസത്തിൻ്റെ മാർഗമായി കണക്കാക്കാത്തത് ഏത്? ഓപ്ഷൻസ്: പ്രശ്നപരിഹാരം, നിരൂപണപരമായ ചിന്ത, സംഘപ്രയത്നം, ഉരുവിട്ട് പഠനം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി, ഉരുവിട്ട് പഠനം. അടുത്ത ചോദ്യം 15ാമത്തേതാണ്. താഴെ പറയുന്നവ ഒരു ക്ലാസ് റൂമിലെ ചില കുട്ടികളുടെ പ്രത്യേകതകളാണ്. ഇവയിൽ ആരെയാണ് നിങ്ങൾ ഡിസ്അഡ്വാൻറ്റേജ്ഡ് ലേണർ അഥവാ ദുർബലരായ പഠിതാക്കളായി കണക്കാക്കുന്നത്? ഓപ്ഷൻസ്: വിദ്യാഭ്യാസപരമായി മുന്നിൽ നിൽക്കുന്നവർ, പഠനത്തിന് തടസ്സപ്പെടുന്ന സാമൂഹ്യ സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്നവർ, വൈവിധ്യമാർന്ന പഠനശൈലിയുള്ളവർ, ഉന്നത കുടുംബത്തിലുള്ളവർ. ഉത്തരം ഓപ്ഷൻ ബി, പഠനത്തിന് തടസ്സപ്പെടുന്ന സാമൂഹ്യ സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്നവർ. 16ാമത്തെ ചോദ്യം, ഒരു കുട്ടിക്ക് ഇംഗ്ലീഷ് പ്രസംഗത്തിന് 1ാം സ്ഥാനം ലഭിച്ചു. ഗാർഡനറുടെ അഭിപ്രായത്തിൽ ഏതുതരം ബുദ്ധിശക്തിയാണ് ഇവിടെ മുന്നിട്ട് നിൽക്കുന്നത്? ഓപ്ഷൻ: ദൃശ്യസ്ഥലപര ബുദ്ധി, ശാരീരിക ചലനപര ബുദ്ധി, സംഗീതപരമായ ബുദ്ധി, ഭാഷാപരമായ ബുദ്ധി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഭാഷാപരമായ ബുദ്ധി. 17ാമത്തെ ചോദ്യം, ചില പ്രശ്നങ്ങളുള്ള ഒരു കുട്ടിയെക്കുറിച്ച് ആഴത്തിലുള്ള പഠനം നടത്താൻ ഒരു ടീച്ചർ തീരുമാനിച്ചു. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതു രീതിയാണ് ഇതിനായി ടീച്ചർക്ക് സഹായകരമാകുന്നത്? ഓപ്ഷൻസ്: പരീക്ഷണ രീതി, അഭിമുഖം, കേസ് സ്റ്റഡി, നിരീക്ഷണ രീതി. ഉത്തരം ഓപ്ഷൻ സി, കേസ് സ്റ്റഡി ആണ്. 18ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഗ്രേഡിംഗ് മാർഗത്തിൻ്റെ ധർമ്മം അല്ലാത്തത് ഏത്? ഓപ്ഷൻസ്: മുൻകൂട്ടി നിർവചിച്ചിട്ടുള്ള മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ തരംതിരിക്കുക, 2 കുട്ടികൾക്കിടയിലുള്ള പഠനത്തിൻ്റെ നിലവാരത്തെ താരതമ്യപ്പെടുത്തുക, കുട്ടികൾക്ക് സ്വയം വിലയിരുത്താനുള്ള വിവരങ്ങൾ ലഭ്യമാക്കുക, കുട്ടികളെ പരീക്ഷയിലെ ജയത്തിൻ്റെയും പരാജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, കുട്ടികളെ പരീക്ഷയിലെ ജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കുക. 19ാമത്തെ ചോദ്യം, പഠനത്തെ സ്വാധീനിക്കുന്ന വ്യക്തിപരമായ ഘടകത്തെ തിരിച്ചറിയുക. വിദ്യാലയം, മാധ്യമങ്ങൾ, അധ്യാപകർ, ബുദ്ധിശക്തി. ഉത്തരം ബുദ്ധിശക്തി. 20ാമത്തെ ചോദ്യം, ദേഷ്യക്കാരനായ ഒരു വ്യക്തി പട്ടാളത്തിൽ ചേരുന്നു. ഇത് ഏത് സമായോജന ക്രിയാതന്ത്രമാണ്? ഓപ്ഷൻസ്: പശ്ചാത്ഗമനം, ഉദാത്തീകരണം, ദമനം, നിഷേധം. ഉത്തരം ഉദാത്തീകരണം. 21ാമത്തെ ചോദ്യം, ടീച്ചർ 3 ആൺകുട്ടികളെ ക്ലാസ് പ്രതിനിധികളായി തിരഞ്ഞെടുക്കുകയും പെൺകുട്ടികൾക്ക് അവസരം നൽകാതിരിക്കുകയും ചെയ്യുന്നു. ഇത് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻസ്: ലിംഗനിഷ്പക്ഷത, ലിംഗസമത്വം, ലിംഗപക്ഷപാതം, ലിംഗവ്യക്തിത്വം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, ലിംഗപക്ഷപാതമാണ്. 22ാമത്തെ ചോദ്യം, ശാരീരിക ആരോഗ്യം മാനസിക ആരോഗ്യത്തെയും മാനസിക ആരോഗ്യം ശാരീരിക ആരോഗ്യത്തെയും പ്രബലപ്പെടുത്തുന്നു. ഏത് വികാസ തത്വമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് തിരിച്ചറിയുക. ഓപ്ഷൻസ്: വികാസം പ്രവചനീയമാണ്, വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, വികാസം ഗതിനിയമം പാലിക്കുന്നു, വികാസം അനുസ്യൂതമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം 23ാമത്തേത്, താഴെ പറയുന്നവയിൽ ശരി ഏതാണ്? കുട്ടികൾ പഠന പ്രക്രിയയിൽ തെറ്റുകൾ വരുത്തരുത്. കുട്ടികളെ അവരുടെ തെറ്റുകൾക്ക് കഠിനമായി ശിക്ഷിക്കണം. തെറ്റുകൾ വരുത്തുക എന്നത് പഠന പ്രക്രിയയുടെ ഭാഗമാണ്. തെറ്റുകൾ വരുത്തുന്നത് അസാധാരണമായ പ്രവൃത്തിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, തെറ്റുകൾ വരുത്തുക എന്നത് പഠന പ്രക്രിയയുടെ ഭാഗമാണ്. 24ാമത്തെ ചോദ്യം, ചാർലി ചാപ്ലിൻ അദ്ദേഹത്തിൻ്റെ നർമ്മബോധത്തിന് പ്രശസ്തനാണ്. ആൽപോർട്ടിൻ്റെ അഭിപ്രായത്തിൽ ഇത് എന്തിൻ്റെ ഉദാഹരണമാണ്? ഓപ്ഷൻസ്: മുഖ്യ സവിശേഷകം, മധ്യ സവിശേഷകം, സ്രോതസ്സ് സവിശേഷകം, ദ്വിതീയ സവിശേഷകം. ഉത്തരം മുഖ്യ സവിശേഷകം. ചാക്രിക പാഠ്യപദ്ധതി നിർദ്ദേശിച്ചത് ആര്? ഓപ്ഷൻസ്: പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കി, കോഹ്ലർ. ഓപ്ഷൻ ബി, ബ്രൂണറാണ് ശരിയായിട്ടുള്ള ഉത്തരം. 26ാമത്തെ ചോദ്യം, ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നയിക്കുന്ന പ്രക്രിയയാണ്. ഓപ്ഷൻസ്: അഭിപ്രേരണ, അവബോധം, വികാരം, വിധിന്യായം. ഉത്തരം അഭിപ്രേരണ. താഴെ പറയുന്ന പ്രസ്താവനകൾ വായിക്കുക. എത്രത്തോളം ആശയങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നുവോ അത്രത്തോളം ചിന്തിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. കുട്ടിയിലെ മൗലികതയെ ഒറിജിനാലിറ്റി പ്രോത്സാഹിപ്പിക്കുക.
നിശ്ചിതമായും കർക്കശമായതുമായ പ്രവൃത്തി സമ്പ്രദായങ്ങൾ നൽകുക. സ്കൂളിലെ മാർക്കുകൾക്ക് അധിക പ്രാധാന്യം നൽകുക. ഇവയിൽ ഏതൊക്കെയാണ് കുട്ടികളിലെ സർഗപരതയെ പരിപോഷിപ്പിക്കാൻ ഒരു ടീച്ചറിന് ചെയ്യാൻ സാധിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ് 1ഉം 2ഉം. 28ാമത്തെ ചോദ്യം. കാതറിൻ ബ്രിഡ്ജസിൻ്റെ അഭിപ്രായത്തിൽ നവജാത ശിശുക്കളിൽ ഒരേയൊരു വികാരം മാത്രമേ പ്രകടിപ്പിക്കുകയുള്ളൂ. താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ്: ഭയം, ക്രോധം, വെറുപ്പ്, വിക്ഷോഭം. ഉത്തരം വരുന്നത് വിക്ഷോഭം. താഴെ പറയുന്നവയിൽ പഠനത്തിൻ്റെ സവിശേഷത അല്ലാത്തതിനെ കണ്ടെത്തുക. പഠനത്തിൽ വർത്തന വ്യതിയാനങ്ങൾ ഉൾപ്പെടുന്നു. പഠനത്തിൽ വർത്തന വ്യതിയാനങ്ങൾ നടക്കുന്നത് പരിശീലനത്തിലൂടെയോ അനുഭവത്തിലൂടെയോ ആണ്. പഠനത്തിൽ വർത്തന വ്യതിയാനങ്ങൾ നടക്കുന്നത് പരിപക്വത്തിൻ്റെയും വികസനത്തിൻ്റെയും ഫലമായാണ്. പഠനത്തിൽ സംഭവിക്കുന്ന വർത്തന വ്യതിയാനങ്ങൾ താരതമ്യേന സ്ഥിരമാണ്. അവസാനത്തെ ചോദ്യം 30ാമത്തെ. നീളമുള്ള ഒരു പാത്രത്തിലും പരന്ന ഒരു പാത്രത്തിലും ഒരേ അളവ് ഐസ്ക്രീം നിറച്ചതിന് ശേഷം 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ മുൻപിൽ വെച്ചാൽ അവൻ നീളമുള്ള പാത്രത്തിലെ ഐസ്ക്രീം തിരഞ്ഞെടുക്കുന്നു. പിയാഷെയുടെ അഭിപ്രായത്തിൽ ഈ പ്രത്യേകതയെ വിളിക്കുന്നത്? ഓപ്ഷൻസ്: അനിമിസം, സ്വയം കേന്ദ്രീകൃത മനോഭാവം, സെൻട്രേഷൻ, തിരിച്ചു ചിന്തിക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, സെൻട്രേഷനാണ്. നമ്മുടെ ഈ വർഷത്തെ കേട്ടറ്റിൻ്റെ പുതിയ ബാച്ച് നമ്മൾ തുടങ്ങുന്നുണ്ട്. ജൂലൈ 1-ാം തീയതിയാണ് നമ്മുടെ പുതിയ ബാച്ച് ആരംഭിക്കുന്നത്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓൺലൈനും ഓഫ്ലൈനും വീക്കെൻഡായിട്ടൊക്കെ ബാച്ചുകളുണ്ട്. ബാച്ചിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അതുകൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്പർ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്